ഓം ഇനിയും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിലൂടെ ഏഴാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം മുതൽക്കുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിലെ വിഷയം പ്രധാനമായിട്ടും അസുരന്മാരുടെ തപസ്സിന്റെ പ്രത്യേകത, പ്രത്യേകിച്ചും ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുര ചക്രവർത്തി ഏത് രീതിയിലാണ് തപസ് ആചരിച്ചത് എന്നുള്ളതിന്റെ പ്രത്യേകതയെ വ്യക്തമാക്കുന്നു. ആ വ്യക്തമാക്കിയതിൽ നിന്നും ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകുന്നതും അതിനുശേഷമുണ്ടാകുന്ന സംഭവവികാസങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് ഇനി വരുന്ന അധ്യായങ്ങളിലൂടെ നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിന്റെ താഴ്വാരയിൽ ചെന്നിട്ടാണ് തപസ് ആരംഭിച്ചത്. തപസ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഒരു കാലിന്റെ പെരുവിരല് മാത്രം ഭൂമിയിൽ തൊടിപ്പിച്ചുകൊണ്ട് 2 കൈയും തലയ്ക്ക് മുകളിൽ തൊഴുതു പിടിച്ചുകൊണ്ട് 2 കൈകളും തലയ്ക്ക് മുകളിൽ തൊഴുതു പിടിച്ചുകൊണ്ട്, പിന്നെയോ കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് ദൃഷ്ടികളെ ആകാശത്തിൽ ഉറപ്പിച്ച്, അങ്ങനെയാണ് ഹിരണ്യകശിപു തപസ് ആരംഭിച്ചത്. ആ തപസ്സിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അപ്പോഴോ ആ രീതിയിൽ തപസ് ആചരിച്ചു വന്നിരുന്ന ഹിരണ്യകശിപുവിന്റെ തലമുടിക്ക്, ചെമ്പിച്ച തലമുടികൾക്കും എന്താണ്, പ്രളയ സൂര്യന്റെ പ്രകാശം പോലെയുള്ള തേജസ് പ്രകടമാകുവാൻ തുടങ്ങി. പിന്നെന്താണ്, അങ്ങനെയുള്ള ആ അതികഠിനമായ തപസ് 1-2 ദിവസമൊന്നുമല്ല, അനേക കാലം തുടർന്നു. അപ്പോഴോ ആ ഹിരണ്യകശിപുവിന്റെ ശിരസിൽ നിന്നും ഒരു ദിവ്യമായ തേജസ് പുറപ്പെടുവാൻ ആരംഭിച്ചു. എന്നിട്ടോ ആ തേജസ് ശിരസിൽ നിന്നും ഉയർന്ന് സർവലോകങ്ങളെയും, ലോകാലോകങ്ങളെയും, അലോകങ്ങളെയും, പർവ്വതങ്ങളെയും, സർവ്വതിനെയും ഭേദിച്ച് അത് ബ്രഹ്മദേവലോകം വരെ ഉയർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങി. അപ്പൊ അത് സമയം ആ തേജസ്സിനെ കണ്ട ദേവന്മാര് ഭയപ്പെട്ട ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മദേവന്റെ അടുക്കലെത്തിയിട്ട് സങ്കടത്തെ അറിയിച്ചു. അവര് പറഞ്ഞു, അല്ലയോ ലോകനാഥ, ഹിരണ്യകശിപുവിന്റെ തപസ്സു കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിലിരിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. ഇനി ഈ നാശം വരുത്തുന്നതിന് മുമ്പ് അവിടുന്ന് ആ ഹിരണ്യകശിപുവിനെ ചെന്ന് വരം കൊടുത്തിട്ട് ആ അസുരനെ തപസ്സിൽ നിന്നും നിവർത്തിപ്പിക്കണം, മോചിപ്പിക്കണം, ഉണർത്തണം. ത്രികാലജ്ഞാനിയായ സർവ്വതും ദർശിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങളൊന്ന് പ്രത്യേകിച്ച് ഉണർത്തിക്കണമെന്ന് ഇല്ല. എങ്കിലും സൃഷ്ടികർത്താവായ നിന്തിരുവടിയുടെ സ്ഥാനം കൂടി അപഹരിക്കുവാൻ ആ ഹിരണ്യകശിപു ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ചാരന്മാർ മുഖേനയും
അന്തർദൃഷ്ടികളിലൂടെയും വ്യക്തമാകുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങ് നമ്മുടെ ദേവലോക രക്ഷയ്ക്കും ദേവചൈതന്യത്തിലൂടെ സാത്വികമായിരിക്കുന്ന ധർമ്മം ഭൂലോകത്തിൽ നിലനിൽക്കുവാനും വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും വരങ്ങളും നൽകിയിട്ട് ആ അസുരനെ തപസ്സിൽ നിന്നും ഉണർത്തണം എന്ന് സങ്കടത്തെ അറിയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്രകാരം ഉള്ള ദേവന്മാരുടെ സങ്കടത്തെ കേട്ടുകഴിഞ്ഞ ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് വരം കൊടുക്കുവാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. ഒറ്റയ്ക്കല്ല, ബ്രഹ്മദേവന്റെ കൂടെ ഭൃഗു മഹർഷിയും അതുപോലെ ദക്ഷപ്രജാപതിയും തുടങ്ങി ആ ഋഷീശ്വരന്മാരും അതുപോലെ പ്രജാപതിമാരും മറ്റ് ദേവവൃന്ദങ്ങളൊക്കെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മദേവന്റെ കൂടെ. അങ്ങനെ ബ്രഹ്മദേവൻ ഹിരണ്യകശിപു തപസ് ചെയ്യുന്ന ആ മന്ദരപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ പ്രത്യക്ഷമായി അവിടെ ആവിർഭവിച്ചു. എന്നിട്ടോ അവിടെ എന്താണ് അവരെല്ലാവരും കാണുന്നത്? ഹിരണ്യകശിപു എപ്രകാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പുറ്റുകൊണ്ട് മൂടപ്പെട്ട ഹിരണ്യകശിപുവിന്റെ ദേഹമോ രൂപമോ പുറമേക്ക് കാണുവാൻ വളരെ പ്രയാസമായി. പിന്നെയോ വെറും അസ്ഥിപഞ്ചരം മാത്രമായിട്ട്, എല്ലിൻകൂട് മാത്രമായിട്ട്, ആ പുറ്റിനുള്ളിലുള്ള എല്ലിൻകൂട്ടിൽ, ആ അസ്ഥിയിൽ ആ ഹിരണ്യകശിപുവിൻ്റെതായിരിക്കുന്ന പ്രാണൻ മാത്രം നിലനിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാ ദേഹോപാധികളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരീയമായ ദൈവികമായ തപസ് ആചരിച്ചിരുന്നത് കൊണ്ട് പ്രാണൻ മാത്രം ആ അസ്ഥികളിൽ നിന്നും വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പ്രത്യക്ഷമായിട്ട് നേരിട്ടിട്ട് ഈ അസുരന്റെ കഠിന തപസ് കണ്ടപ്പോൾ ബ്രഹ്മദേവന് വളരെയധികം സന്തോഷമുണ്ടായി. എന്തായാലും ഹിരണ്യകശിപുവിനെ വരം നൽകി അനുഗ്രഹിക്കുവാൻ തന്നെ ബ്രഹ്മദേവൻ തീരുമാനമെടുത്തു. അങ്ങനെ ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലുവിലെ തീർത്ഥ ജലത്താല് ഹിരണ്യാസുരന്റെ ഹിരണ്യകശിപുവാകുന്ന അസുരന്റെ മുകളിലേക്ക് പ്രോക്ഷണത്തെ ചെയ്തു. ദിവ്യമായിരിക്കുന്ന തീർത്ഥജലത്തിന്റെ സ്പർശനം ഏറ്റപ്പോഴോ ആ ഹിരണ്യൻ സർവാവയവ സമ്പന്നനായിട്ട് വളരെ ഓജസ്സും തേജസ്സോടും കൂടിയിട്ട് ഗംഭീരനായിട്ട്, അതിഗംഭീരനായിട്ട് അവിടെ പുനർജനിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഉറക്കമുണർന്നവനെ പോലെ നല്ല രീതിയിലുള്ള പോഷകാംശങ്ങളെല്ലാം ആഹരിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ പോലും അങ്ങനെയൊരു ആരോഗ്യവും അതുപോലെയൊരു ഊർജവും ആർക്കും ലഭിക്കില്ല. അതാ ആ ഹിരണ്യകശിപുവിനെ ഭൗതികമായ എല്ലാം നഷ്ടപ്പെട്ട ചൈതന്യവും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോ തന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ബ്രഹ്മദേവനെയും കുട്ടിരെയും കണ്ട ഹിരണ്യകശിപു
വളരെയധികം ആഹ്ലാദചിത്തനായിട്ട് തീർന്നു. അങ്ങനെ ബ്രഹ്മദേവനെ ദീർഘദണ്ഡ നമസ്കാരത്തെ കൊണ്ട് വീണ്ടും സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉണർന്നതിന് ശേഷം ആ നമസ്കാരത്തിൽ നിന്നും എഴുന്നേറ്റ് കൈകൂപ്പി ബ്രഹ്മദേവനെ വളരെയധികം പുകഴ്ത്തി സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സംതൃപ്തനായിട്ട് തീർന്നിരിക്കുകയാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ സന്തോഷത്തോടുകൂടി ഹിരണ്യകശിപുവിനോട് ഇഷ്ടമുള്ള വരത്തെ മേടിച്ചുകൊള്ളുവാൻ, ആവശ്യപ്പെട്ടുകൊള്ളുവാൻ അനുവാദം കൊടുക്കുകയാണ്. ബ്രഹ്മദേവനോട് ഹിരണ്യകശിപു അമരത്വം, മരണമില്ലായ്മയുടെ വരമാണ് വാസ്തവത്തിൽ ആവശ്യപ്പെട്ടത്. ബ്രഹ്മദേവൻ പറഞ്ഞു, അസുരകുലത്തിൽ പിറന്നവർക്ക് അങ്ങനെയൊരു വരം സാധ്യമല്ല. അങ്ങനെയൊരു അനുഗ്രഹം ലഭിക്കുക അത് വിധിയിലുള്ള ഒരു പ്രതിഭാസമല്ല. അത് കേട്ട ഹിരണ്യകശിപു, എന്നാൽ താൻ ഒരു കാരണവശാലും മരിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വരത്തെയാണ് പിന്നീട് ആവശ്യപ്പെടുന്നത്. എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രഭു, നിന്തിരുവടി എനിക്കൊരു വരം തന്ന് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം അവിടുത്തെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുവിൽ നിന്നും എനിക്ക് ഒരു കാലത്തും മരണം സംഭവിക്കുവാൻ പാടുകയില്ല. മാത്രമല്ല, ഞാൻ അകത്തു വെച്ചും പുറത്തു വെച്ചും മരിക്കുവാൻ പാടുകയില്ല. കൊട്ടാരത്തിന്റെയോ കുടിലിന്റെയോ ഏതെങ്കിലും വാസസ്ഥാനത്തിന്റെ ഉള്ളിലും പുറത്തും ഒന്നും എനിക്ക് മരണം സംഭവിക്കാൻ പാടുകയില്ല. രാത്രിയും പകലുമായിട്ടാണല്ലോ കാലം. അതുകൊണ്ട് ഈ രാത്രിയിലും പകലിലും ഞാൻ മരിക്കുവാൻ പാടുകയില്ല. ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചും ഞാൻ കൊല്ലപ്പെടുവാൻ പാടുകയില്ല. പിന്നെയോ മനുഷ്യരെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും എനിക്ക് മരണം സംഭവിക്കുവാൻ പാടുകയില്ല. പിന്നെ ആയുധങ്ങളെ കൊണ്ടോ ആയുധങ്ങളില്ലാതെയോ എന്നെ ആർക്കും കൊല്ലുവാൻ സാധ്യമാകരുത്. മാത്രം പോരാ, ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിൽ നിന്നും ഞാൻ മരിക്കുവാൻ പാടുകയില്ല. പച്ചവസ്തുക്കളിൽ നിന്നും ഉണങ്ങിയ വസ്തുക്കളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കുവാൻ പാടുകയില്ല. പിന്നെ എന്താണ്? ദേവാസുര മനുഷ്യ ഗന്ധർവോരക രക്ഷസുകൾ മുതലായ ഒരു സൃഷ്ടിയിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കുവാൻ പാടുകയില്ല. ഈ ത്രൈലോക്യത്തിന്റെയും ഈ ഏകാധിപതി ഞാൻ മാത്രമായിട്ട് ഭവിക്കണം. ആയതിനു വേണ്ടി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊരു വരമാണ് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത്. ഇന്നലെയോളം അല്ലെങ്കിൽ ഇന്നോളം
പ്രപഞ്ചത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത വരത്തെയാണ് ഇവിടെ നമ്മുടെ ഹിരണ്യകശിപു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെയുള്ള ആ ഹിരണ്യകശിപുവിന്റെ പ്രാർത്ഥന കേട്ടപ്പോഴോ ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ ഉണ്ണി, ഹിരണ്യ, അങ്ങ് ചോദിച്ച വരങ്ങൾ വളരെ ദുർലഭങ്ങളായിട്ടുള്ളവയാണ്. എങ്കിലും എന്നെ പ്രത്യക്ഷമാക്കിയിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങേക്ക് അനുവദിച്ച് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവനും സംഘവും അവിടെ അപ്രത്യക്ഷരായി. അപ്പോ വരബലങ്ങളെ കൊണ്ട് ഗർവിതനായി ഹിരണ്യകശിപു തന്റെ അനുജനെ നിഗ്രഹിച്ച മഹാവിഷ്ണുവിനെ ഏത് പ്രകാരത്തിലും നശിപ്പിച്ച് ത്രൈലോക്യത്തിന്റെയും ആധിപത്യം തനിക്ക് സമ്പാദിക്കണമെന്ന ഉറച്ച തീരുമാനത്തെ വീണ്ടും ദൃഢപ്പെടുത്തി ഉറപ്പിച്ചു. അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് സർവസൈന്യ സമേതനായിക്കൊണ്ട് ഹിരണ്യകശിപുവും അസുരന്മാരും വിജയത്തിനു വേണ്ടിയിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഉള്ള ദിഗ്വിജയ യാത്രയിൽ ഹിരണ്യകശിപുവും കൂട്ടരും യുദ്ധം കൊണ്ട് എല്ലാ രാജാക്കന്മാരെയും ജയിക്കുന്നുണ്ട്. പിന്നീട് അവര് ദേവന്മാരെയും തോൽപ്പിച്ച് സ്വർഗത്തെയും കീഴടക്കുന്നുണ്ട്. അവിടത്തെയും അധികാരം അവർ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അഷ്ടദിക്പാലകന്മാരെയും അതുപോലെ തന്നെ അവരുടെ അധികാരങ്ങളെയും ഹിരണ്യകശിപു നേടിയെടുക്കുന്നുണ്ട്. നവഗ്രഹങ്ങളെ സ്വന്തം ശാസനയുടെ കീഴിലാക്കി. വായു വീശുന്നതും അഗ്നി പ്രകാശിക്കുന്നതും മഴ പെയ്യുന്നതുമെല്ലാം ഹിരണ്യകശിപു എന്ന് പറയുന്ന ആ അസുര ചക്രവർത്തിയുടെ കൽപ്പനയ്ക്ക് ആജ്ഞയ്ക്ക് അനുസരിച്ച് മാത്രമായി. അങ്ങനെ വിശ്വകർമാവിനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിലെ ഹിരണ്യകശിപു ഏറ്റവും അധികാരത്തോടുകൂടി സന്തോഷമായിട്ട് ശോഭിക്കുവാൻ തുടങ്ങി. അപ്പോ ആ ഹിരണ്യകശിപുവിനെ ത്രിമൂർത്തികളൊഴികെ സകല ദേവോപദേവന്മാരും അടിമകളായിട്ട് കാഴ്ചകളെ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ത്രൈലോക്യത്തിന്റെയും അധിപതിയായിട്ട് സർവസുഖങ്ങളെയും ഇഷ്ടം പോലെ അനുഭവിച്ചുകൊണ്ട് ഐശ്വര്യമത്തനായ ഹിരണ്യൻ വേദങ്ങളെയും വൈദിക ധർമ്മങ്ങളെയും നശിപ്പിച്ചു. അങ്ങനെ അനവധി
ബ്രാഹ്മണരുടെയും സാധുജനങ്ങളുടെയും പതിവ്രതകളുടെയും ധർമ്മനിഷ്ഠന്മാരുടെയും ശാപങ്ങൾ, ദോഷങ്ങൾ, മനസ്താപങ്ങൾ കണക്കിലേറെ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ആര്? ഇപ്പോഴത്തെ ത്രൈലോക്യത്തിന്റെയും അധിപതിയായി കഴിയുന്ന ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുര ചക്രവർത്തി. അങ്ങനെയുള്ള അസുര ചക്രവർത്തിയുടെ പ്രവൃത്തികള് സജ്ജനങ്ങളെ ദുഃഖിക്കുവാനും ദുർജനങ്ങളെ സന്തോഷിക്കുവാനും കാരണമായി. അപ്പോ നമ്മൾ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സത്വമാ സത്കമയ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ സത്യമയ, സത്യലേക്ക് എന്ന് വെച്ചാൽ ശാസ്ത്രം നിർദ്ദേശിച്ച മൂല്യങ്ങളോടുകൂടിയ ജീവിത രീതിയെയാണ് സത്യമയ, സത്യത്തിലേക്ക് നയിക്കണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ധർമ്മം അതാണ്. അസത്യത്തിൽ നിന്നും എന്ന് വെച്ചാൽ അധർമ്മത്തിൽ നിന്നും അശാസ്ത്രീയമായ ആചാരത്തിൽ നിന്നും ഞങ്ങളെ ധാർമ്മികമായ ആചാരത്തിലേക്ക് നയിക്കണം എന്നാണ് വാസ്തവത്തിൽ ആയതിന്റെ പൊരുൾ. അപ്പോ വാസ്തവത്തിൽ ധർമ്മം ആചരിക്കുന്നവരും അധർമ്മം ചെയ്തു കൂട്ടുന്നവരും എന്താണ് വാസ്തവത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? തങ്ങൾ ചെയ്യുന്നതാണ് ശരി, ഞങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിലെ ധർമ്മം എന്നാണ് ധർമ്മനിഷ്ഠന്മാരും അധർമ്മം ചെയ്യുന്നവരും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹിരണ്യന്റെ ഭരണം അപ്പൊ വാസ്തവത്തില് എല്ലാവർക്കും ദുഃഖത്തിന് കാരണമായോ? ഇല്ല. അത് ധർമ്മനിഷ്ഠന്മാർക്ക്, സജ്ജനങ്ങൾക്ക്, സാധുജനങ്ങൾക്കാണ് അത് ദുഃഖത്തെ കൊടുത്തത്. അസജ്ജനങ്ങൾക്കോ ധർമ്മവിപരീതമായിട്ട്, ശാസ്ത്ര വിപരീതമായിട്ട് അധർമ്മം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഹിരണ്യകശിപുവിൻ്റെതായിരിക്കുന്ന ഭരണകാലം സുവർണകാലമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടേതായിരിക്കുന്ന ഈ ഭൂമിയിൽ പലരും പലരുടെയും പക്ഷം പിടിച്ച് വാദിച്ച് സമർത്ഥിച്ച് അത് ശരി, ഇത് തെറ്റ്, ഇത് തെറ്റ്, അത് ശരി എന്നെല്ലാം പറഞ്ഞ് വാദപ്രതിവാദങ്ങളും എല്ലാം കാട്ടിക്കൂട്ടുന്നതായിരിക്കുന്ന രംഗങ്ങൾ നിരവധി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് പ്രചോദനം വാസ്തവത്തിൽ എന്താണ്? അവർ അവരുടേതായിരിക്കുന്ന ആദർശങ്ങളും നിയമങ്ങളും താല്പര്യങ്ങളും ധർമ്മമാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്, വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവർക്ക് അവർ ചെയ്യുന്നത് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചു പോകുവാനല്ലേ സാധ്യമാവുകയുള്ളൂ. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല ആളുകൾക്ക് ദുഃഖമുണ്ടായി, അതായത് പാപം, പുണ്യം, ധർമ്മം, അധർമ്മം, സ്വർഗം, നരകം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ രീതിയിലുള്ള ധർമ്മവ്യവസ്ഥകളിൽ വിശ്വാസവും അറിവുമുണ്ടായിരുന്ന ആളുകൾ ദുഃഖിച്ചു, അവർക്കേ ദുഃഖമുണ്ടായിരുന്നു. ഇതിനെ വിപരീതം ചിന്തിച്ചുകൊണ്ടിരുന്നവർക്കോ അവർക്കെന്ത് ദുഃഖം? അവർക്ക് ആ അധർമ്മ ഭരണത്തിലും ആഹ്ലാദമായിരുന്നു, അവർക്കും ആത്മസംതൃപ്തിയായിരുന്നു. എന്തായാലും അങ്ങനെ ഈ ഹിരണ്യകശിപുവിന്റെ ദ്രോഹം സഹിക്കവയ്യാതെയായപ്പോൾ അനന്യ ശരണന്മാരായി തീരുന്ന ദേവന്മാരും ഋഷിമാരുമെല്ലാം മഹാവിഷ്ണുവിനെ മനസ്സാൽ ശരണം പ്രാപിക്കുകയുണ്ടായി. മാനസികമായിട്ടാണ് അവര് ഈശ്വരോപാസന. കാരണം ബാഹ്യമായിട്ട് എന്ത് പൂജ, എന്ത് യാഗഹോമങ്ങളും ധർമ്മങ്ങളും ആചരിക്കുമ്പോൾ
അതിനൊക്കെ വന്നിട്ട് അസുരന്മാരെ ശല്യപ്പെടുത്തി നശിപ്പിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരും അറിയാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പിന്നെ എന്തേ ഉണ്ടായിരുന്നല്ലോ? മാനസിക യാഗമാണ്. മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും യന്ത്രം കൊണ്ടും ദൈവികമായ ഈശ്വര കൃപ ആർജിക്കണമെന്നാണ്. അപ്പോ അവർക്കറിയാവുന്ന മന്ത്രങ്ങളെ മാനസികമായിട്ട് ഉപാസിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഉപാസനയിലൂടെ അവർ സർവവ്യാപ്തമായിരിക്കുന്ന ആ പരബ്രഹ്മ ചൈതന്യത്തെ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ശ്രീ വിഷ്ണു മൂർത്തിയുടെ സ്വരൂപത്തിൽ മാനസികമായിട്ടുള്ള ഉപചാരങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങനെ മുദ്രകളെ കൊണ്ടും സങ്കല്പങ്ങളെയും കൊണ്ടും ചെയ്ത് മനസ്സുകൊണ്ട് മഹാവിഷ്ണുവെ ഉപാസിച്ച് പ്രാർത്ഥിച്ച് ദുഃഖങ്ങൾ അറിയിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോഴോ അങ്ങനെ ആ ദേവന്മാരുടെ സങ്കടം കണ്ടപ്പോ ഭഗവാൻ അശരീരിയായിട്ട് അവരോട് അരുളി ചെയ്തു. എന്താണ് അശരീരിയായിട്ട് ഭഗവാൻ അവരോട് അറിയിപ്പിച്ചത്? അല്ലയോ ദേവശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ തപസ്സിന്റെ ഉദ്ദേശം എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ എല്ലാവരും ഒന്നറിഞ്ഞുകൊള്ളുക. വേദങ്ങള്, ദേവന്മാര്, ബ്രാഹ്മണര്, പശുക്കള്, സന്യാസിമാര് മുതലായവയെ, അതുപോലെ ധർമ്മം ആചരിക്കുന്നവരും തപസ്സുകളുമായിരിക്കുന്ന ആളുകളെ ആരാണോ നശിപ്പിക്കുവാൻ തുടങ്ങുന്നത്, അങ്ങനെ നശിപ്പിക്കുന്നവരെ ഉടനെ തന്നെ നശിക്കുന്നതാണെന്ന് എല്ലാം മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഹിരണ്യകശിപു ഇതുകളെല്ലാം കോടിക്കണക്കിന് ചെയ്തു കൂട്ടിയിട്ടും എന്തുകൊണ്ട് അവൻ നശിക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതിന് കാരണം എന്റെ ക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ആ ഒരേ ഒരു കുറ്റം ഭക്തദ്രോഹമാണ്. അഖണ്ഡ ഏകാന്ത അനന്യ നിർഗുണഭക്തരായ എന്റെ ആളുകളെ ഉപദ്രവിക്കുമ്പോൾ അതെനിക്ക് സഹിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയുവാൻ വേണ്ടി ഞാൻ പറയുന്നു, ഹിരണ്യകശിപു തന്റെ പുത്രനും എന്റെ ഭക്തോത്തമനുമായ പ്രഹ്ലാദനെ ഒരു കാലത്ത് ദ്രോഹിക്കുവാൻ ആരംഭിക്കും. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഹിരണ്യകശിപുവിനെ ഞാൻ വധിക്കുന്നതായിരിക്കും. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവന്മാർ അത്യധികം സന്തോഷിച്ചു. അങ്ങനെ ആ ശ്രീ നാരദ മഹർഷി രാജസൂയ മഹാസദസ്സിൽ വെച്ചിട്ട് തന്റെ ശിഷ്യനായ പ്രഹ്ലാദന്റെ ഗുണങ്ങളെ വർണ്ണിക്കുവാൻ ആരംഭിക്കുകയാണ്. അതായത് നമ്മുടെ ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരുണ്ടായിരുന്നതിൽ ഒടുക്കത്തെ അവസാനത്തെ കുട്ടിയാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദന്റെ ഗുണമഹിമ അവാച്യമാർക്കും പറഞ്ഞ് അറിയിപ്പിക്കുവാൻ സാധ്യമല്ല. സമുദ്രത്തിലെ ജലം അളന്നെടുക്കുവാൻ പറ്റാത്തതുപോലെ പ്രഹ്ലാദന്റെ ഗുണങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പറ്റുകയില്ല. ആ പ്രഹ്ലാദൻ ബ്രാഹ്മണ ഭക്തനും സാധുജനങ്ങളിൽ ആദരവും ദീനന്മാരില് വത്സലനുമാണ്. പിന്നെയോ ജിതേന്ദ്രിയനും സർവകാമങ്ങളെയും ജയിച്ചിരിക്കുന്നവനുമാണ്. സുഖത്തിലും ദുഃഖത്തിലും ഒരേ മനസ്ഥിതിയായിട്ട്
നിലനിൽക്കുന്നവനാണ്. സജ്ജനങ്ങളിലെ വിനയവും സമന്മാരിലെ മൈത്രിയും ദീനന്മാരിലെ അനുകമ്പയും പ്രഹ്ലാദന്റെ പ്രത്യേക ഗുണഗണങ്ങളായിരുന്നു. ഭഗവത് ഭക്തോത്തം സമയായ പ്രഹ്ലാദൻ ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ഇഹലോകത്തെ തന്നെ മറക്കും. ആ പ്രഹ്ലാദ ഭക്തിയാൽ പ്രഹ്ലാദൻ വിവശനായി ഉച്ചത്തിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് കരയും. ചിലപ്പോൾ ഭഗവാനെ പ്രത്യക്ഷമായി മുമ്പിൽ കണ്ടുകൊണ്ട് ആനന്ദത്തിൽ ആറാടി ഉന്മത്തിനെ പോലെ പലതും 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 പറയും. ചിലപ്പോൾ ഫലിതപൂർണമായ ഭഗവാന്റെ ലീലകളോർത്ത് ഉച്ചത്തിൽ കൈകൊട്ടി ചിരിക്കും. ചിലപ്പോ ഭഗവൻ നാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് ആനന്ദത്താൽ ചോദിത്തുള്ളും. ഇപ്രകാരമുള്ള പ്രഹ്ലാദന്റെ അനന്യസാധാരണങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചാൽ അവസാനിക്കുന്നതല്ല. അങ്ങനെയുള്ള പ്രഹ്ലാദന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് കൂടി അനിർവചനീയമായ ഒരു അനുഭൂതി, ആനന്ദം, ആത്മസംതൃപ്തി അനുഭവവേദ്യമാക്കുവാൻ സാധിച്ചു. അപ്രകാരം മഹാഭാഗവതോത്തമനായ പ്രഹ്ലാദനെ ഹിരണ്യകശിപു കഠിനമായി ദ്രോഹിച്ചു കൊല്ലുവാൻ തന്നെ ശ്രമിച്ചു. അത് കേട്ടപ്പോ ധർമ്മപുത്രരെ ശ്രീ നാരദ മഹർഷിയോട് ചോദിച്ചു, അല്ലയോ മഹാമുനി, അച്ഛനമ്മമാർ പുത്രന്മാരെ നന്നാകുവാൻ ശിക്ഷിക്കാറുണ്ട്. സർവസദ്ഗുണങ്ങളും തികഞ്ഞവനും മഹാഭക്തോത്തമനുമായ പ്രഹ്ലാദനെ എന്തിനാണ് ഹിരണ്യകശിപു ദ്രോഹിച്ചത്? ഏതെല്ലാം ദ്രോഹങ്ങളാണ് ഹിരണ്യകശിപു ഈ പ്രഹ്ലാദനോട് ചെയ്തത്? അവയെല്ലാം അവിടുന്ന് അടിയനെ സവിസ്തരം ഉപദേശിച്ച് പറഞ്ഞു തരണം എന്ന് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് ആയ ധർമ്മപുത്രരെ ആവശ്യപ്പെടുകയാണ്. ധർമ്മപുത്രരുടെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച ശ്രീ നാരദ മഹർഷി ആ പ്രഹ്ലാദ ചരിതം പറയുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്.